ഒരു വീട് കൂടിയിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ആ സമയമാണ്, ഏർലി മോർണിംഗ് ആണ്, സുബഹിയുടെ മുമ്പല്ല. നമ്മളിൽ പല ആളുകളും സുബഹിയുടെ മുമ്പ് കണ്ട ഉസ്താദുമാരെയും തങ്ങന്മാരെയും നാട്ടാരൊക്കെ വിളിച്ചു വരുത്തും. എന്നിട്ട് എന്താ ചെയ്യുക? പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കേണ്ട നാട്ടാരെ വീട്ടിൽ വെച്ച് നിസ്കരിപ്പിക്കും. നാട്ടിലുള്ള എല്ലാ ബാങ്ക് കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും ജമാഅത്ത് നിസ്കാരത്തിൽ പോകൽ നിർബന്ധമാണ് പള്ളിയിൽ. ചില ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ചില എക്സ്ക്യൂസുകളുണ്ട്. ആ എക്സ്ക്യൂസുകൾ ഒഴികെ ബാക്കിയുള്ള നാട്ടിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ജമാഅത്തിന് പള്ളിയിൽ പോകൽ നിർബന്ധമാണ്. അപ്പോൾ ജമാഅത്തിൽ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട നാട്ടാരെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിസ്കരിക്കും. തങ്ങന്മാർക്ക് പ്രശ്നമില്ല, അവർ യാത്രക്കാരാണ്, അവർക്ക് വീട്ടിൽ നിസ്കരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവർ പുറത്തുനിന്ന് വരുന്ന യാത്രക്കാർ. നാട്ടിൽ മുഖീമായ ഒരു മനുഷ്യന് ജമാഅത്ത് പള്ളിയിൽ നിർബന്ധമാണ്. യാത്രക്കാർക്ക് എവിടെ നിസ്കരിക്കാം? അതൊന്ന്, അവിടെ വെച്ച് സുബഹി നിസ്കരിപ്പിക്കും. ഒന്ന്. രണ്ട്, അങ്ങനെ രാവിലെ സുബഹിക്ക് കുടിയിരിക്കുമ്പോൾ വീട്ടിലുണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്. അഥവാ അന്ന് ആ വീട്ടിലെ ഉമ്മാക്കും കുടുംബക്കാർക്കൊക്കെ 3 മണിക്ക് എണീറ്റിട്ട് വീട്ടുകാർക്ക് തങ്ങന്മാർക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. അന്നത്തെ അവരുടെ ഉറക്ക് പോയി അല്ലേ? 3 മണിക്ക് എണീറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞൊരു ളുഹാ സമയത്താണ് ബറക്കത്തുള്ള സമയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു 7 മണിക്കൊക്കെ ആട്ടാരൊക്കെ വിളിച്ചാൽ ആർക്കും ഒരു പ്രയാസമില്ല. എല്ലാവരും സുബഹി നിസ്കാരം കഴിഞ്ഞ് ജമാഅത്തിന് പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന തങ്ങന്മാർക്കും പ്രയാസമില്ല, ആർക്കും പ്രശ്നമില്ല.